ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ യാത്ര തുർക്കിയിലേക്കാണ്. ഇന്നിപ്പോൾ ദമാമിലെ എയർപോർട്ടിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്ന സീനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തുർക്കിയിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വാഹനത്തിൽ ദമാം എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ദമാം എയർപോർട്ടിലെ ലോങ് ടൈം പാർക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് തുർക്കിയിലേക്ക് പോവാണ്. അപ്പോൾ തുർക്കിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി എടുത്തു വരാം. എന്ന് പറഞ്ഞാൽ ഇത് മിഡ് നൈറ്റിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. മിഡ് നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടിയിൽ പിന്നെ വേറെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് ടാക്സി വിളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടാണ് സ്വന്തം വാഹനത്തിൽ തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ലോങ് ടൈം പാർക്കിംഗ് ഉണ്ട്. അത് ഒരു ദിവസത്തേക്ക് 24 റിയാലേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് അല്ല. നമുക്ക് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരില്ല. അത് കാരണം ഞാൻ ഇവിടെ വണ്ടി വെച്ചിട്ട് പോകാമെന്ന് കരുതി. എന്തായാലും ഞാൻ വണ്ടി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പാർക്കിംഗ് അകത്തേക്ക് പോകാനുള്ള കൂപ്പൺ എടുത്തു. അപ്പോൾ എവിടെയെങ്കിലും പാർക്കിംഗ് നോക്കി ഇനി നമുക്ക് പാർക്ക് ചെയ്യണം. ഇപ്പോൾ 2 മണിയോളമായി സമയം. എനിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ് തുർക്കിയിലേക്ക്, ഇസ്താംബൂളിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷെയ്ഡുള്ള പാർക്കിങ്ങിൽ വണ്ടി വെച്ച് പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വെയിലുണ്ട്. ഈ വെയിലടിച്ച് വണ്ടിയൊക്കെ കോളമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഷെയ്ഡുള്ള പാർക്കിംഗ് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടി ഇങ്ങനെ ഓപ്പൺ എയറിൽ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോ ഇവിടെ വഴിയൊന്നും കയറാൻ ഒരു ചാൻസും ഇല്ല. ഇവിടെ നിന്ന് കറങ്ങി ലാസ്റ്റിൽ പോയാലും മാത്രമേ പാർക്കിംഗ് ഷെയ്ഡുള്ള പാർക്കിംഗ് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ വണ്ടികൾ ഇട്ടിരിക്കുന്ന വണ്ടികളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനായിരിക്കും? ചിലപ്പോൾ വാഹനങ്ങൾ വെച്ച് പോയിട്ട് റോങ് പാർക്കിംഗ് ചെയ്തുവല്ലോ പോയോ, അതുകൊണ്ടായിരിക്കും ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ലോക്ക് ചെയ്തതെന്ന് എനിക്കൊരു പിടിയില്ല. എന്തായാലും നമുക്ക് ബാക്ക് റോയിൽ പോയിട്ട് പാർക്ക് ചെയ്യാം. ഈ റോയിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ പാർക്ക് ചെയ്യാം. ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇതിങ്ങനെ കുറേ പോവാനുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വണ്ടി പാർക്കിങ്ങിൽ വെച്ചു. ഇപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് നമ്മുടെ ഈ പാർക്കിങ്ങിൽ നിന്ന് എയർപോർട്ടിന്റെ ഡിപ്പാർച്ചറിലേക്ക് ബസ്സാണ്. ആ ബസ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ബസ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 മണിയോടടുത്തു. 2:25 2:30 ഇവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. ആ ബസ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്. വലുതായിട്ട് തിരക്കൊന്നുമില്ല. തിരക്ക് തീരെ കുറവാണ്. എനിക്കൊന്നോ 2-3 ആൾക്കാരെ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ബസ് എടുക്കും. ബസ്സിന്റെ ഡ്രൈവർ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ബസ് വന്നിട്ടുണ്ട്. അറൈവിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബസ് വരുമ്പോഴേക്ക് സാധാരണ ഈ ബസ് പുറപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് LED ലൈറ്റ് ഭയങ്കര പ്രകാശമായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഓരോ 25 മിനിറ്റും ബസ്സാണ്. ഇവിടെ നിന്ന് 5 മിനിറ്റ് കൊണ്ട് ബസ് എയർപോർട്ടിലെത്തും. അപ്പോൾ ബസ് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ലഗേജ് ഒക്കെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ലഗേജ് എയർപോർട്ടിൽ ഇറക്കിയിട്ട് ഇവിടേക്ക് വരാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയും ലഗേജും ഒക്കെ നമ്മൾ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് വാഹനം പാർക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. എന്തായാലും ബസ് റെഡിയാണ്. വലുതായിട്ട് ആളുകളൊന്നുമില്ല. അങ്ങോട്ട് പോകാനായിട്ട് ആരുമില്ല കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ബസ്സിനകത്ത് ആരുമില്ല. ഞാനും വേറെ 2 കക്ഷികൾ മാത്രമേ ഉള്ളൂ. ഒരാൾ ഒരു ഉംറയ്ക്കും വേറൊരാൾ ഒരു വെക്കേഷന് പോകുന്ന ഒരു വ്യക്തിയുണ്ട്. എന്തായാലും ഇന്ന് ബസ് ഡിപ്പാർച്ചറിൽ തന്നെ നമ്മളെ വിട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും എന്നെ ഡിപ്പാർച്ചറിൽ വിട്ടില്ല. പുള്ളി അറൈവലിലാണ് ഉണ്ടാക്കിയത്. പിന്നെ അവിടെ നിന്ന് ഞാൻ മേളത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ കയറി വരുമായിരുന്നു. എനിക്ക് എയർപോർട്ട് തീർത്ത് ശാന്തമാണ്. ഒരൊറ്റ മനുഷ്യരില്ല കേട്ടോ, വെളുപ്പിനായതുകൊണ്ട്.
ഉംറക്കാർ കുറച്ച് പേര് ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ അതിരാവിലെ അവിടെ എത്തി ഉംറ നിർവഹിക്കാനുള്ള ആ ഒരു സമയം കണക്കാക്കി പോകുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. എയർപോർട്ടിനകത്തൊന്നും ആളില്ല. എന്തായാലും നമ്മൾ 5-ാം നമ്പർ ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. 4, 5 മാത്രമേ തുറന്നിട്ടുള്ളൂ ഡിപ്പാർച്ചറിൽ, ബാക്കിയൊന്നും തുറന്നിട്ടില്ല. അപ്പം എന്തായാലും 5-ാം നമ്പറിലൂടെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. എന്തായാലും അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അവിടേക്ക് നോക്കിയാലേ അറിയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 6:50 ഫ്ലൈറ്റ്. ഓക്കെ, ഇൻഡിഗോ ഫ്ലൈറ്റ് ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. 3 മണിക്കൊക്കെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. എവിടേക്കാണെന്നറിയില്ല. എന്തായാലും തുർക്കിഷ് എയർലൈൻസ് 6:50 ഫ്ലൈറ്റ് ആണ്. എന്തായാലും അങ്ങനെ എയർപോർട്ടിലെത്തി ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇസ്താംബൂളിൽ നിന്ന് ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്തായാലും യാത്ര തുടങ്ങാം. ഫ്ലൈറ്റിലേക്ക് ആൾക്കാരൊക്കെ കയറി. ആരുമില്ല കേട്ടോ ഫ്ലൈറ്റിൽ. ആകെ എനിക്ക് തോന്നുന്നു ഒരു 50 പേരുണ്ടാവും. മൊത്തത്തിൽ ഒരു 50 പേരുണ്ടാവും. എന്ന് പറഞ്ഞാൽ 2:50 ഒരു ഫ്ലൈറ്റ് ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് 6:50 ഫ്ലൈറ്റാണ്. നമ്മൾ ഓരോ 2-3 മണിക്കൂർ ഇടവിട്ട് ഇസ്താംബൂളിലേക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മളെ ഫ്ലൈറ്റിൽ ആരുമില്ല. എണ്ണി പറയ്ക്കാൽ ഒരു 50 പേരുണ്ടാവും. ഞാൻ എൻ്റെ ചാർജിങ് പ്ലഗ് നമ്മുടെ ഈ ലേഡിക്കൊന്ന് കൊടുത്തിരുന്നു. അവരാ പ്ലഗ് ഇല്ല എന്ന് പറഞ്ഞത്, അതാണ് പ്ലഗ് കൊടുത്തു. അവരൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബോർഡിങ് തുടങ്ങി. നമ്മൾ അത് ബോർഡിങ് ആയി അകത്തേക്ക് കയറുകയാണ്. തീരെ ആൾക്കാരില്ല കേട്ടോ. ആകെ 50 പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫ്ലൈറ്റ് ഫുള്ള് കാലിയാണ്. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് പോവുകയാണ്. സാധാരണ ഉള്ള റൺവേയിൽ നിന്നല്ല, മെയിൻ എയർപോർട്ടിന്റെ അപ്പുറത്തെ അരാംകോട് എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടല്ലോ. ഇത് ജുബൈലിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. അതിന്റെ മേളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് അപ്പുറത്തുള്ള റൺവേ കണക്കാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഫ്ലൈറ്റ് പൊന്തിയതൊന്നും കാണിച്ചില്ല. ഇപ്പം നമ്മൾ ഇസ്താംബൂൾ എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇസ്താംബൂൾ സിറ്റിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇസ്താംബൂൾ സിറ്റിയിൽ നിന്ന് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇസ്താംബൂളിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഇത് പഴയ എയർപോർട്ട് ഇവിടെ സിറ്റിയിൽ എവിടെയാണ്. ഇപ്പൊ നമ്മൾ ഇത് പുതിയ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഈ പുതിയ എയർപോർട്ട് കുറച്ചൊരു റൂറൽ ഏരിയയിലാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കുറേ കാടും മേടും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇസ്താംബൂൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി എയർപോർട്ടാണ്. ഞാനിങ്ങനെ താഴത്തെ നിലയിൽ നിന്ന് മേളിലേക്ക് കയറി ഇങ്ങനെ എമിഗ്രേഷൻ കണക്കാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എയർപോർട്ട് ഒന്ന് കാണാനല്ല, അടിപൊളിയാണ് എയർപോർട്ട് എന്തായാലും കാണാൻ. ഇത് പുതിയ എയർപോർട്ടാണ് കേട്ടോ. ഇത് ലോകത്തിലെ തന്നെ 3-ാമത്തെയോ 4-ാമത്തെ എയർപോർട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എയർപോർട്ട് കുറേ കാണാനുണ്ട്. നമ്മൾ വിശാലമായിട്ട് എന്തായാലും ഒരു വീഡിയോയിൽ കാണിക്കാം. എന്തായാലും ഞാൻ എമിഗ്രേഷൻ കണക്കാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ നിലയിൽ നിന്ന് മേളിൽ വന്നു, മേളിലത്തെ നിലയിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കേട്ടോ. എമിഗ്രേഷന് വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുർക്കിഷ് എയർലൈൻസിന്റെ കണക്ഷൻ ഫ്ലൈറ്റിനാണ് വരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറേ സമയം ഇവിടെ ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുർക്കിഷ് വിസ കിട്ടും കേട്ടോ. ടൂറിസ്റ്റ് വിസ. നിങ്ങൾക്ക് തുർക്കിയൊക്കെ അല്ല ഇസ്താംബൂളൊക്കെ കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോയാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം തുർക്കിഷ് എയർലൈൻസിൽ വന്നാൽ ലേ ഓവർ ഫ്ലൈറ്റുകൾക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് യൂറോപ്പിലെ വിസ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഓൺലൈൻ വിസ തുർക്കി ടൂറിസ്റ്റ് വിസ നമുക്ക് കിട്ടുന്നതാണ്. അത് ചെറിയ പൈസയേ ഉള്ളൂ. 100 റിയാലോ മറ്റോ അങ്ങോട്ടേ ഉള്ളൂ. അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പം എന്തായാലും ഞാൻ എമിഗ്രേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. ഇത് ആവശ്യം പോലെ കൗണ്ടറുകളുണ്ട് എമിഗ്രേഷൻ്റെ. കൂടുതലായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എമിഗ്രേഷൻ കാണിക്കാൻ അനുവാദമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ അറൈവലിൽ തന്നെ ഇത്രയും വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഞാൻ എൻ്റെ ഒരു എയർപോർട്ടിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല.
ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അറൈവൽ ഇത്രയും വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. സാധാരണ ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉള്ളത്. എന്തായാലും ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു, വെളിയിലേക്ക് വന്നു. എൻ്റെ ലഗേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലഗേജ് കയ്യിലാണ് കൊണ്ടുവന്ന, ഒരു ചെറിയ ബാഗല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ലഗേജ് ഇല്ല. ഇവിടുത്തെ ലഗേജിൽ ഇട്ടിരിക്കുന്ന ബെൽറ്റൊക്കെ കണ്ടില്ലേ, ഒട്ടുക്കത്തെ ബെൽറ്റാണ്. എന്തോരം വലിയ ബെൽറ്റാണ് അത്. ഇത്ര ബെൽറ്റ് 28 ബെൽറ്റ് ഉണ്ട്. ഇത് 1 2 3 ഇങ്ങനെ 14 അങ്ങേറ്റം വരെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും 14. അങ്ങനെ നിങ്ങൾ കണ്ടാലറിയാം, അവിടെ നമ്പർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, 8 17 18 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അത്രമാത്രം ബെൽറ്റുകളുണ്ട് കേട്ടോ. ബെൽറ്റിനൊന്നും ഒരു കുറവുമില്ല. എന്തായാലും ഞാൻ എയർപോർട്ടിന്റെ കൂടുതൽ കാഴ്ചകൾ ഇപ്പം ഇങ്ങനെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, കുറേശ്ശെ മാത്രം കാണിക്കുന്നു. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ എല്ലാം കഴിഞ്ഞു. എൻ്റെ സിമ്മൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് ഈ സിം ആയിരുന്നു, ഈ സിം ആക്ടിവേറ്റ് ചെയ്തു. അതായത് ഇവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു. ഈ സിം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇസ്താംബുൾ സിറ്റിയിലേക്ക് ഞാൻ ബസ്സിന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്, ഓരോ അരമണിക്കൂർ ഇടവിട്ടും ബസ് ഇസ്താംബുൾ സിറ്റിയിലേക്കുണ്ട്. അതുപോലെ ഇസ്താംബുൾ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്കും ബസ്സുണ്ട്. അപ്പോൾ ഞാൻ എയർപോർട്ടിന്റെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അടിപൊളി തണുപ്പാണ്. അടിപൊളി തണുപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പ്. ഏതാണ്ട് ഉച്ചയോട് അടുത്തിട്ടുണ്ട്. സമയം 10 മണിയാണ്. 10 മണി സമയത്ത്, അതായത് രാവിലെ 10 മണി സമയത്ത് അടിപൊളി തണുപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഇവിടെ എന്ത് തണുപ്പായിരിക്കും എന്ന് മനസ്സിലാക്കാം. സൗദി അറേബ്യയിൽ തീ ചൂടുന്നാണ് ഞാൻ ഇസ്താംബുളിലേക്ക് എത്തിയത്. ഇസ്താംബുളിൽ അടിപൊളി തണുപ്പ്. ഞാൻ സ്വെറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, സ്വെറ്റർ കൊണ്ടുവന്നിട്ടുമില്ല. എല്ലാ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം സ്വെറ്റർ ഉപയോഗിച്ചിരിക്കും. ഇത് എയർപോർട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ അല്ല, ഇത് സെക്കൻഡ് ഫ്ലോറോ അങ്ങനെ ഏതാണ് തോന്നി. ഇതിന്റെ മേളിലോട്ട് 3 ഫ്ലോർ പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ താഴേൽ പോയിട്ടാണ് നമുക്ക് ബസ് പിടിക്കാനുള്ളത് കേട്ടോ. ഈ ഇവിടെ കാണുന്ന ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ താഴേക്ക് പോകണം. താഴെ പോയാലും നമുക്ക് ബസ് പിടിക്കാൻ പറ്റുന്നത് ഇസ്താംബുൾ സിറ്റിയിലേക്ക്. ആൾക്കാർ ഇങ്ങനെ ബാഗുമായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറേ അധികം ആൾക്കാർ ടാക്സി ചോദിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അറൗണ്ട് 45 മിനിറ്റ്സോ കൂടുതൽ ടൈം എടുക്കും ബസ്സിൽ നമ്മൾ ഇസ്താംബുൾ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് മെട്രോയും ഉണ്ട്. പക്ഷേ മെട്രോ നമ്മൾ 2-3 ലൈൻ മാറി കയറണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് സമയം എടുക്കും കേട്ടോ. ഇത് 3 നിലയോളം പാർക്കിംഗ് തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലും കണ്ടാണുള്ളത്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് 2 ഫ്ലോർ ഉണ്ട്. എന്തായാലും ഞാൻ ബസ് പിടിച്ചു. അപ്പോൾ ഇസ്താംബുൾ സിറ്റി ലക്ഷ്യമാക്കി ഞാനിങ്ങനെ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ബസ്സിന്റെ ഡ്രൈവർ നമ്മളൊരു നല്ല പ്രായമുള്ള ഒരു ഉപ്പുപ്പാണ് കേട്ടോ. ഞാൻ ഉപ്പുപ്പായ സോപ്പിട്ട് ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചു. അപ്പോൾ ഉപ്പുപ്പ എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാണ്. ഞാൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നല്ലപോലെ ഒന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. സാധാരണ ഫ്രണ്ട് സീറ്റിൽ ആളിനെ ഇരുത്താറില്ല. അപ്പോൾ ആ സീറ്റ് എനിക്ക് നൂത്തിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ ഇരുന്നോ, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നു. അതായത് ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ തുർക്കിയുടെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കാൻ കേട്ടോ. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. എൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റില്ല, വല്ലാത്ത പേരാണ്. തുർക്കിഷ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. തുർക്കിഷ് ഭാഷ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് വായിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബസ് സ്ലോ ആക്കിയാൽ മാത്രമേ നമുക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. റോഡിലൊക്കെ ഇങ്ങനെ EDS എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സാധാരണ സ്റ്റോപ്പ് ബസ് ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്, പക്ഷെ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ ഇസ്താംബുൾ സിറ്റിയുടെ അടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. സിറ്റി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. സിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി സിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയാണ് എയർപോർട്ട്. ഒരു വനം ഫീൽ ചെയ്യുന്നുണ്ട്. വന അതിർത്തിയോട് ചേർന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. വീടും ബിൽഡിങ്ങും ഒന്നുമില്ല, എയർപോർട്ടായിരുന്നു. കണ്ടില്ലേ, പിന്നെയും തുർക്കിയുടെ പതാക ഇങ്ങനെ പറന്ന് കളിക്കാണ്. അടിപൊളിയത് കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. കുന്നിന്റെ മുകളിൽ ഇങ്ങനെ തുർക്കിയുടെ പതാക പറന്ന് കളിക്കുന്നു. നമ്മൾ അവിടെ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പതാക പറക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചുമന്ന പതാകയും കൂടെ ആയപ്പം കാണാൻ സൂപ്പറായിരിക്കുന്നു. ഇനി വല്ല പാർലമെന്റ് മന്ദിരമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്തോ ഗവൺമെന്റ് സ്ഥാപനമാണെന്ന് തോന്നുന്നത്, അതാണ് ഇങ്ങനെ പതാക പറന്ന് കളിക്കുന്നത്. എന്തായാലും നമ്മൾ സിറ്റിയോട് അടുത്തെത്തി. സിറ്റിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ദേ നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക് ജാമും ഉണ്ട്. ഇനിയിപ്പോ ഇന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ സിറ്റിയിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് റൂമിലൊക്കെ പോയി ഇതായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ ചെന്ന് നമസ്കരിച്ച് പള്ളിയിൽ പോയി നമസ്കരിച്ചതിന് ശേഷം റൂമിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരത്ത് നമുക്ക് വീണ്ടും സിറ്റിയിലെ കാഴ്ചകൾ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.